പൗരത്വ നിയമം വീണ്ടും പരാമർശിക്കാതെ രാഹുൽ ഗാന്ധി മലപ്പുറം ജില്ലയിൽ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ പര്യടനങ്ങളിലാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധി മൗനം പാലിച്ചത്. സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇന്ന് മലപ്പുറത്തായാലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നപ്പോഴും വയനാട് വന്നപ്പോഴും ഒന്നും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഭരണഘടനയെ കടന്നാക്രമിക്കുന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് മാത്രമാണ് രാഹുൽ ഗാന്ധി തങ്ങളുടെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു വെച്ചത്. ഇന്ന് മലപ്പുറത്തും ഇതേ നിലപാട് തന്നെയാണോ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ സ്വീകരിച്ചത്? വിനിഷ, രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡല പര്യടനം ഇന്ന് പൂർത്തിയാവുകയാണ്. ഇന്ന് പ്രധാനമായി 4 മണ്ഡലങ്ങളിലായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്, റോഡ് ഷോ ഉണ്ടായിരുന്നത്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പരാമർശിച്ചില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ഏറനാട് മണ്ഡലത്തിൽ പോലും ലീഗിന് പതാക ഉപയോഗിക്കാനും ഇന്നും സാധിച്ചിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷേ ഇന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് ജില്ലയിലുണ്ടായിട്ടും ഏറനാട് മണ്ഡലത്തിലെ പര്യടനത്തിൽ പങ്കെടുത്തതുമില്ല. ഇതേക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളതെല്ലാം ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞുവെന്നാണ് ഇന്ന് തിരൂരങ്ങാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചത്. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ മണ്ഡല പര്യടനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വാലിഹ്, വയനാട് മണ്ഡലത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് മലപ്പുറത്ത് നടത്തിയ റോഡ് ഷോകളിലോ മണ്ഡല പര്യടനത്തിലോ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാതെ രാഹുൽ ഗാന്ധി. വാർത്തയുടെ വിവരങ്ങളാണ് KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നൽകിയത്.